DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ കൈപ്പറ്റുന്നവർ തുടങ്ങിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മസ്റ്ററിങ്ങിനുള്ള സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും കേരളത്തിൽ തന്നെയാണ് സ്ഥിരതാമസമെന്നും പെൻഷൻ അർഹത തുടരുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത്. ഓരോ വർഷവും സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുമ്പോൾ മരിച്ചുപോയവരും കേരളത്തിൽ ഇല്ലാത്തവരും അനർഹരുമായ ലക്ഷക്കണക്കിന് പേരാണ് നിലവിലെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. മറ്റ് ഓൺലൈൻ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്താനുള്ള നിർദ്ദേശമൊന്നും സർക്കാർ നൽകിയിട്ടില്ല. ബയോമെട്രിക് രീതിയിലാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. അതായത് പെൻഷൻ ഗുണഭോക്താവിന്റെ വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ ഐറിസ് സ്കാൻ എന്നിവ ബയോമെട്രിക് ഉപകരണത്തിലൂടെ ആധാർ കാർഡിന് വേണ്ടി ശേഖരിച്ച ഡാറ്റയുമായി ഒത്തുനോക്കി ആധാർ കാർഡിലുള്ള അതേ ആൾ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ മസ്റ്ററിംഗ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകുന്നതാണ്. അതിനാൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ വർഷത്തെ മസ്റ്ററിംഗ് 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് നടക്കുക. 2 മാസത്തിലധികം സമയം അനുവദിച്ചിട്ടുള്ളതിനാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിരക്കുകൂട്ടി മസ്റ്ററിംഗ് ചെയ്യാൻ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതില്ല. കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ സെർവർ തകരാറുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് സെർവർ തകരാറുകൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുക. മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമല്ല, കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അവസാന ദിനങ്ങളിൽ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് പറ്റുന്ന സമയവും സൗകര്യവും അനുസരിച്ച് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. മസ്റ്ററിങ്ങിനായി അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമായും കരുതണം. പെൻഷൻ ID നമ്പറും മൊബൈൽ ഫോണും ഉള്ളവർ അതുകൂടി കരുതുന്നത് നല്ലതായിരിക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹോം മസ്റ്ററിംഗ് എന്ന പ്രത്യേക സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനായി ബന്ധപ്പെട്ട വാർഡ് മെമ്പർ, കൗൺസിലർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടോ വിളിച്ച് വിവരമറിയിച്ചോ മേൽവിലാസം നൽകണം. അങ്ങനെയുള്ളവരുടെ വീടുകളിൽ അക്ഷയ ജീവനക്കാർ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതാണ്. ഇത് 2ാം ഘട്ടത്തിലാണ് നടക്കുക. അതായത് ആദ്യ ഘട്ടത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്നവരുടെ പെൻഷൻ മസ്റ്ററിംഗ് ആയിരിക്കും നടത്തുക. പിന്നീടാണ് വീടുകളിലേക്കുള്ള പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുക. പെൻഷൻ മസ്റ്ററിങ്ങിനായി ആധാർ കാർഡ് മാത്രം മതി. പ്രധാനമായും നിങ്ങളുടെ കൈവിരൽ ബയോമെട്രിക് ഉപകരണത്തിൽ അമർത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും. ഇത് പരാജയപ്പെടുകയാണെങ്കിൽ കണ്ണിലെ ഐറിസ് സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. എന്നാൽ അപൂർവം ചിലർക്ക് ഈ 2 രീതിയും പരാജയപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രത്തിലെ പരാജയപ്പെട്ടു എന്ന സ്ലിപ്പും കൂടെ ലൈഫ് സർട്ടിഫിക്കറ്റും ചേർത്ത് സ്വന്തം തദ്ദേശ സ്ഥാപനത്തിൽ നൽകേണ്ടതാണ്. അത്തരത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതോടെ അവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാകുന്നതാണ്. അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ പെൻഷൻ വെബ്സൈറ്റിൽ നേരിട്ട് അപ്ഡേറ്റ് ആകുന്നതാണ്. അതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയായതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങളുടെ പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ഒന്നും കൊണ്ടുപോയി നൽകേണ്ടതില്ല. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും മസ്റ്ററിംഗ് ചെയ്തതിൻ്റെ സ്ലിപ്പ് നിങ്ങൾ ഏതാനും മാസം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. 2026 ജനുവരി 1 അതിനുശേഷമോ പുതുതായി പെൻഷൻ അപേക്ഷ നൽകി അത് അപ്രൂവ് ആയവർക്ക് ഈ വർഷം മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തവരാണെങ്കിൽ പോലും 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ വർഷവും മസ്റ്ററിംഗ് പുതുക്കേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 30 വരെയുള്ളതിനാൽ തുടക്കത്തിൽ തിരക്ക് കൂട്ടേണ്ടതില്ല. മാത്രമല്ല, ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്താലും ഇല്ലെങ്കിലും എല്ലാവർക്കും കൃത്യമായി ലഭിക്കുന്നതാണ്. നിലവിൽ മസ്റ്ററിങ്ങിനായി അനുവദിച്ചിരിക്കുന്ന സമയപരിധിയായ സെപ്റ്റംബർ 30 ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാത്രമേ അതിനുശേഷമുള്ള മാസങ്ങളിൽ പെൻഷൻ തടസ്സപ്പെടുകയുള്ളൂ. ഈ പരിശോധനയിൽ മുൻപ് അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങിയിരുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വലിയ രീതിയിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സർക്കാർ കർശനമായ പെൻഷൻ പരിശോധനകളുമായി മുന്നോട്ട് പോകുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ്. എന്നാൽ കിടപ്പ് രോഗികൾക്കായി വീട്ടിലെത്തി ചെയ്യുന്ന ഹോം മസ്റ്ററിംഗ് സംവിധാനത്തിന് 50 രൂപയാണ് ഫീസ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.